മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് മീനാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്ലാസ് ഇൻ്റർവെൽ 0 to 5 അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 0 to 5ൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുമ്പം 0 + 5/2 എന്നാണ്. അതായത് 0 + 5/2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 5/2 2.5. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് വാല്യൂ എഴുതിയതിന് ശേഷം അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, FX കണ്ടുപിടിക്കുക. ഈ FX എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ FXൻ്റെ സം കണ്ടുപിടിക്കുക. അതാണ് σFX. പിന്നെ ഇതാണ് ഫ്രീക്വൻസി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് F ആണ് ഫ്രീക്വൻസി. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ σF എന്നും പറയാം, ക്യാപിറ്റൽ N എന്നും പറയാം. അപ്പോൾ അതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല x bar മീൻ σFX/σF, അതായത് 440 / 30. അങ്ങനെ നമുക്ക് 14.66 കിട്ടും. നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ മീൻ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് ഇൻ്റർവെൽ ആണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്യുക. σFX/σF എന്ന് പറയാം, σFX/N എന്ന് പറയാം, ക്യാപിറ്റൽ N മീൻസ് സം ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മീഡിയനാണ്. മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്ലാസ് ഇൻ്റർവെലും ഫ്രീക്വൻസി എഴുതിയതിനു ശേഷം നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാൽ ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ഫ്രീക്വൻസി 1 അത് ആദ്യം എഴുതുക. നെക്സ്റ്റ് 1 + 5 = 6. നെക്സ്റ്റ് 6 + 11 = 17. 17 + 7 = 24. 24 + 5 = 29. 29 + 1 = 30. എപ്പോഴും ശ്രദ്ധിക്കുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലാസ്റ്റ് 1 വരുന്നത് നമ്മുടെ ഫ്രീക്വൻസിയിൽ സം തന്നെയായിരിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫ്രീക്വൻസി സം ചെയ്ത് എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് n/2 എന്ന് പറഞ്ഞാൽ 30, n/2 മീൻസ് 15. ഈ 15 ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 1, 6, അതായത് 1 കഴിഞ്ഞാൽ അടുത്ത 2 മുതൽ 6 വരെ ക്ലാസ് ഇൻ്റർവെൽ 5 to 10 ആണ്. നെക്സ്റ്റ് 7 മുതൽ 17 വരെയുള്ള ക്യുമുലേറ്റ് ഫ്രീക്വൻസീസ് എവിടെയാണ് ലൈ ചെയ്യുന്നത്? 10 to 15 എന്ന ക്ലാസ് ഇൻ്റർവെലാണ്. അപ്പം 15 എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? 10 to 15 എന്ന ക്ലാസ് ഇൻ്റർവെലാണ്. അപ്പോൾ നമ്മുടെ 10 to 15 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ മീഡിയൻ ക്ലാസ് നമ്മൾ മാർക്ക് ചെയ്യുക, ഈ ഫോർമുല എഴുതുക. മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ക്ലാസ് ഇൻ്റർവെൽ ഉള്ളപ്പോൾ ഉള്ള ഫോർമുല എന്നുള്ളത് L + n/2 - CF/F × H. CF മീൻസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ആ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. n/2 നമ്മളിവിടെ വെച്ചു 15. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് നോട്ട് ചെയ്യുക. മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ആ മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 11. നെക്സ്റ്റ് H മീൻസ് ക്ലാസ് വിഡ്ത്ത്, അതായത് അതിൻ്റെ വിഡ്ത്ത് 10 to 15. അപ്പം ക്ലാസ് വിഡ്ത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മീൻസ് 15 - 10. എല്ലാ ക്ലാസ് ഇൻ്റർവെലിൻ്റെയും വിഡ്ത്ത് സെയിം അല്ലേ? 5 ആണ്. H മീൻസ് 5. അപ്പോൾ അത് നമ്മൾ സം ചെയ്യുക. ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയൻ കിട്ടും 14.09. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മോഡ് കണ്ടുപിടിക്കാനായിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യമില്ല. എന്താണ്? ക്ലാസ് ഇൻ്റർവെലും ഫ്രീക്വൻസിയും എഴുതുമ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ മോഡ് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസിയുള്ള വാല്യൂ ആണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഫ്രീക്വൻസി 11 ആണ്. അപ്പോൾ അവിടെയുള്ള വാല്യൂസ് 10 മുതൽ 15 വരെ ഉണ്ട്. 15 ഇൻക്ലൂഡ് അല്ല, 10 to 14 വരെയുള്ള വാല്യൂസ് ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ മോഡെന്ന് അറിയാനാണെങ്കിൽ നമുക്ക് ഫോർമുലയുണ്ട്. എന്താ? L + F1 - F0/2 F1 - F0 - F2 × H. ഇപ്പോൾ F1, F0, F2 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഡൽ ക്ലാസ്, ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഇൻ്റർവെലിനെയാണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ F1. അതിന് തൊട്ട് മുകളിലെ ഫ്രീക്വൻസി F0, തൊട്ട് താഴെയുള്ള അത് F2. ക്ലാസ് ഇൻ്റർവെൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് H. ലോവർ ലിമിറ്റ്, മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് നമ്മുടെ L എന്ന് പറയുന്നത് 10. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മോഡ് വാല്യൂ കിട്ടും. ഓക്കെ.